അസ്സലാമു അലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇടനാടൻ ബ്ലോഗ്. പരിശുദ്ധ റംളാൻ പ്രമാണിച്ച് നോമ്പ് കഞ്ഞിക്കുള്ള അരിയും പയറും കുമ്മൾ ടൗൺ മസ്ജിദിലേക്ക് എടുക്കാനായിട്ട് വന്നതാണ്. അത് തരുന്നത് പാങ്ങോട്, വ്യക്തിയെ പറയുന്നില്ല, പാങ്ങോട് ഉള്ള ഒരു ആളാണ്. അപ്പം ഇത് ഒരു പള്ളിയിലേക്കല്ല, അൽഹംദുലില്ലാഹ് ഈ പാങ്ങോട് കല്ലറ ഏരിയയിലുള്ള കുമ്മൾ ഇങ്ങനെയുള്ള ഏരിയയിലുള്ള എല്ലാ പള്ളികളിലേക്കും നോമ്പ് തുറക്കാൻ ഒരുവിധപ്പെട്ട പള്ളികളിലേക്ക് അരിയും പയറും എല്ലാം കൊടുക്കുന്നത് ഒരു വ്യക്തിയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ആ വ്യക്തിക്ക് റബ്ബ് എന്താ പറയുക, എന്ത് ഉദ്ദേശത്തോടെ ആയാലും ഇത് ചെയ്യുന്ന, ഇത് ഇപ്പോഴല്ല, എനിക്ക് ഒരു 3-4 കൊല്ലമായിട്ട് ഇതുപോലെയാണ് നമ്മളെ പള്ളിയിലത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ കുമ്മളിപ്പോൾ ഒരു പുതിയ തയ്ക്കാവുണ്ട്, അവിടത്തേക്കും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ അവിടെയും അരിയും പയറും ഇറക്കി. അപ്പം ഈ 30 ദിവസവും നോമ്പ് എടുത്ത് അവർ ഈ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്നതിനുള്ള പ്രതിഫലം റബ്ബ് അവർക്കും കൊടുക്കട്ടെ. ഇത് എന്തുദ്ദേശത്തോടാണ് കരുതിയത്. അതേപോലെ നമ്മൾ കുമ്മൾ പള്ളി കഞ്ഞി കുടിക്കാനും എല്ലാത്തിനുള്ള ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അരിയും സാധനങ്ങളും നമ്മൾ കുമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് ടൗൺ പള്ളിയുടെ മദ്രസ ഹാളിൽ ഇറക്കി. അപ്പോൾ കഞ്ഞിപ്പരയൊക്കെ റെഡിയായി, കഞ്ഞി റെഡിയായി. വൈകുന്നേരമായപ്പോൾ നല്ല സൂപ്പർ നോമ്പ് കഞ്ഞി, ഏത് ക്ഷീണവും എല്ലാം, നോമ്പെടുത്ത ക്ഷീണം എല്ലാം മാറാൻ നോമ്പ് കഞ്ഞി, പയറ്, നല്ല മരിച്ചീനി, ചിക്കൻ കറി എല്ലാം റെഡിയായി. അപ്പോൾ കുമ്മൾ ഉള്ളവരെല്ലാം ഇനി നോമ്പ് തുറക്കാൻ തയ്യാറെടുത്താൽ മതി. അപ്പോൾ വീടുകളിൽ എല്ലാ സ്ഥലത്തേക്കും കഞ്ഞികൾ വാങ്ങിക്കൊണ്ട് പോയി എല്ലാവരും വന്നു. അങ്ങനെ നമ്മളെ കുമ്മൾ ഇന്ന് വളരെ വിഷമകരമായ ഒരു കേസെന്ന് പറഞ്ഞാൽ, നമ്മളെ കുമ്മൾ മലചരക്ക് ബിസിനസ് ചെയ്യുന്ന മസൂദ് കാക്ക മരണപ്പെട്ടു. അങ്ങനെ കുമ്മൾ പള്ളിയിൽ നോമ്പ് തുറക്കാനുള്ള ടേബിളും എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ മസൂദ് കാക്കയെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടുള്ളൊരു കാക്കയാണ്. എന്തായാലും നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. ഓക്കേ.